എസ്തെറ്റിക് ലൈഫിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഞാൻ ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ സന്ധ്യ വിക്രമുണ്ട്. എൻ്റെ പേര് അനിഷ കരുൺ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. ഇവിടെ ആളില്ല, ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, ഇവിടെ എന്തോ ഒരു മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞിട്ടുമില്ല എന്താണെന്നുള്ളത്. ഷൂട്ടിന് വാ, ഞാൻ ഇന്നൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിട്ട് നിൽക്കുന്ന ആള്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമുക്കൊരു കസ്റ്റമർ ഉണ്ട്. ആണോ? അപ്പൊ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്കിവിടെ എന്തൊക്കെ സർവീസാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ഓരോരോ കസ്റ്റമറിനെ നമുക്ക് കൊണ്ടുവന്ന് അങ്ങനെ കാണിക്കാൻ പറ്റും. ഇപ്പൊ വരുന്ന കസ്റ്റമറിനനുസരിച്ച് ഷൂട്ട് പ്ലാൻ ചെയ്തതാ. ഓക്കെ, അപ്പൊ ഇപ്പൊ കസ്റ്റമർ വരും. ഇപ്പൊ കസ്റ്റമർ വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറിന് മുഖം കാണിക്കുന്ന ഇഷ്ടമല്ല, അറിയാം എല്ലാവർക്കും. അങ്ങനെ മുഖം കാണിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇതിപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടാഗ് റിമൂവിംഗ് ആണ്. അതായത് നമ്മുടെ ചെറിയ ചെറിയ ഇവിടെ കുരുക്കളൊക്കെ വരുന്നത്, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പാലുണ്ണി. ഈ അരിമ്പാറ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതല്ല. ഇത് പാലുണ്ണി, ടാഗ് എന്ന് പറയും. അപ്പൊ അത് നമുക്ക് ലേസർ വഴി കരിച്ചു കളയുക. അപ്പൊ ലേസർ മെഷീൻ ആണ് ഈ ഇരിക്കുന്നത്. ശരി. ഓക്കെ, അപ്പൊ ലേസർ മെഷീൻ വെച്ചിട്ട് ഇന്ന് ടാഗ് റിമൂവിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ചെയ്യുന്നൊരു സർവീസ് ആണ്. അപ്പൊ ഒരു കസ്റ്റമർ വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നു. ഓക്കെ, പുള്ളിക്കാരനാണോ പുള്ളിക്കാരനാണ്. അപ്പോൾ ഒരു ഫേസ് ഒന്നും കാണിക്കുന്ന ഇഷ്ടമല്ല. എന്നാലും നമ്മൾ എപ്പോഴും എന്താ പറയാ, ആ ഒരു പ്രോസസ്സ് എപ്പോഴും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കൂട്ടത്തിലാണ്. നാച്ചുറൽ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് കാണിച്ചു തരുന്ന കൂട്ടത്തിലാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് അല്ലെ, എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് തന്നെ കാണിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഇപ്പോ ചെയ്യാൻ പോകുന്നതെന്നും ആ പ്രോസസ്സ് എങ്ങനെയാണെന്നും, ഇത് വേദനയുണ്ടോ അല്ലെങ്കിൽ ഇതിന് മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ, സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഇന്ന് ചോദിച്ചറിയാം. ഇത് വരുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കും? വരുന്നത് അമിത ഭാരം കൊണ്ടിട്ട് വരാം. ഓരോരുത്തരുടെ ബോഡിയുടെ നേച്ചർ പോലെ ഇരിക്കും. ഭാരം കൊണ്ടിട്ടാണ് കൂടുതലും വരുന്നത്. പിന്നെ ഇൻസുലിന്റെ ഒരു വ്യത്യാസമൊക്കെ വരുന്നത് കാരണം വരാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് അത്രയ്ക്ക് അപകടകാരിയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ സ്കിന്നിൽ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ ഒരു വൃത്തികേട് ഫീൽ ചെയ്യാറുണ്ട്. ഒരു അല്ലേ, നമുക്കും തന്നെ അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ്. അതെ, ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ഒരെണ്ണം വരുമ്പോ തന്നെ അത് വളരാൻ വിടാതെ അതിനപ്പോഴും തന്നെ അങ്ങ് ട്രീറ്റ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. ഓൾമോസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 1-2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം അങ്ങോട്ട് വരാറില്ല. പക്ഷെ ഒത്തിരിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വരാറുണ്ട്. വീണ്ടും വരാറുണ്ട്. അപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമുക്ക് ആളെ വിളിക്കാം. ആളെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഫേസ് കാണിക്കുന്നില്ല അല്ലെ? ഓക്കെ, ചെയ്തു നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെയുണ്ട്. ബാക്കിയുള്ളതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇത് 2 സെറ്റ് ചെയ്യാം. നമ്മൾ അവിടുത്തെ അഴുക്കും സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വെറ്റ് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലെൻസർ വെച്ചിട്ടോ ഫുള്ളായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. സ്കിൻ ടാഗ് റിമൂവൽ ആയിരുന്നു അല്ലേ? ആ ആൾക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച്, അത്യാവശ്യം ഒരു വിളിയൊക്കെ കേട്ടു. എന്നാലും പക്ഷെ നല്ല ക്ലിയർ ആയി, നല്ല സ്കിന്ന് നല്ലതായി. അപ്പൊ ഇനി ഇത് വരില്ല, അങ്ങനെയാണോ? അങ്ങനെയല്ല, ഇത് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ക്ലയൻസ് തന്നെ പിന്നീടും വരാറുണ്ട്. അതായത് ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കരിക്കുക എന്തായാലും ഒരു 2-3 മാസത്തേക്ക് എന്തായാലും വരത്തില്ല. ഇതൊരു കാരണം സ്കിന്നിനകത്തുണ്ടാവുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് ഇതൊക്കെ. അപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് വന്നു തുടങ്ങുമ്പോൾ പിന്നീടും അടുത്ത സിറ്റിങ്ങിന്
നോർമലി വരാറുണ്ട്. ഓക്കെ. അപ്പൊ എന്നാലും നമുക്കൊരു 6 monthsോളം ഇത് നല്ല രീതിയിൽ കുഴപ്പമില്ലാതിരിക്കും. കാരണം ഇതിന് വേറെ പ്രതിവിധി ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസത്തിനകത്ത് ഇപ്പൊ നമ്മൾ മുഖത്ത് ചെയ്തിരുന്നാൽ തന്നെയും 3 ദിവസത്തിനകത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറി അതിന്റെ ഒരു പാട് പോലും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് മാറാറുണ്ട്. ഇതിന് ശേഷം ചെയ്യേണ്ട ഒരു ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുറിവൊക്കെ സൂക്ഷിക്കും പോലെ തന്നെ സൂക്ഷിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ക്രീം അല്ലെ, ബെറ്റാഡിനോ അല്ലെങ്കിൽ ടീബാക്ടോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ക്രീം കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാട് മൊത്തത്തിൽ അങ്ങ് മാറും അല്ലെ. ഓക്കെ. അപ്പോ ഇന്ന് കണ്ടത് സ്കിൻ ടാഗ് റിമൂവൽ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഇവിടെ വേറെയും ചെയ്യുന്നുണ്ട് അല്ലെ, ബ്യൂട്ടി കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻസ്പയറിലേക്ക് വരിക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും എത്തല്ലേ. അതെ. ഓക്കെ.